രൂത്തിന്റെ ലോകം എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ലാജോ ജോസ് എഴുതിയ ഒരു പുസ്തകമാണിത്. ഇതില് ഒരു രൂത്തിന്റെ കഥയാണ് പറയുന്നത്. രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി റെട്രോഗ്രേഡ് അമ്നേഷ്യ ബാധിച്ച് അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം, അതിനിടയിൽ വന്നുപെടുന്ന കുറച്ച് കൊലപാതകങ്ങളെയൊക്കെ കുറിച്ചാണ് ഈ ഒരു പുസ്തകം പറയുന്നത്. ഈ ഒരു പുസ്തകമാണോ ബോയൻവില്ലയുടെ കഥ? ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടാണോ ബോയൻവില്ല രചിച്ചിരിക്കുന്നത്? ലാജോ ജോസും അമൽ നീരദും ഒരുമിച്ചാണ് ബോയൻവില്ല എന്ന് പറയുന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്താണ് ഈ റെട്രോഗ്രേഡ് അമ്നേഷ്യ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഒരു പുസ്തകത്തിന്റെ കഥയാണ് ബോയൻവില്ലയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് ആൽബിൻ എന്നാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റെട്രോഗ്രേഡ് അമ്നേഷ്യ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് അമ്നേഷ്യ ബാധിച്ചതിന് ശേഷമുള്ള മെമ്മറീസിനെ ബാധിക്കുകയാണെങ്കിൽ അതിനെയാണ് റെട്രോഗ്രേഡ് അമ്നേഷ്യ എന്ന് പറയുന്നത്. അതായത് അമ്നേഷ്യ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ആകുമല്ലോ, ആ മെമ്മറീസ് എല്ലാം മറന്നു പോവുകയും നമ്മുടെ പണ്ട് കാലങ്ങളുള്ള മെമ്മറീസ് ഉണ്ട്, നമ്മൾ ജനിച്ച സമയത്ത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം, അതെല്ലാം അവിടെ സേഫ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ അമ്നേഷ്യ ബാധിച്ചതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മറന്നു പോകാനുള്ള ചാൻസസും വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ റെട്രോഗ്രേഡ് അമ്നേഷ്യയെ ടെമ്പററി ഗ്രേഡഡ് അമ്നേഷ്യ എന്നും പറയാറുണ്ട്. ഇത് മെയിൻലി ഫോളോ ചെയ്യുന്ന റിബോട്ട്സ് ലോ ആണ്. റിബോട്ട്സ് ലോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മെമ്മറീസിനെല്ലാം ഒന്നും ബാധിക്കാതെ ഇപ്പോഴുള്ള മെമ്മറീസിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനെയാണ് ഈ ഒരു ടെമ്പറലി ഗ്രേഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്തുകൊണ്ട് ഇത് കൺഫേം ചെയ്തു? ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? ബോയൻവില്ലയുടെ കഥ ഈ ഒരു രൂത്തിന്റെ ലോകമാണെന്ന് പറയാൻ ഒന്ന് ഈ ലാജോ ജോസ് അമൽ നീരദിന്റെ കണക്ഷനാണ്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് ഒരു ലിറിക്കൽ വീഡിയോ കേട്ടായിരുന്നു ബോയൻവില്ലയിലെ. ആ ഒരു പാട്ടിലെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് മൊത്തമായിട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതില് അമ്നേഷ്യ അല്ലെങ്കിൽ പല പല പഴയ കാര്യങ്ങൾ മറന്ന ഒരു സ്ത്രീയുടെ ഒരവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തമായിട്ട് നമുക്ക് അതിലൂടെ ഒന്ന് വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയത്. രൂത്തിന്റെ ലോകത്തിന്റെ കഥ മുഴുവനായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അത് ബോയൻവില്ലയുടെ കഥയായിട്ട് വന്നാൽ ചിലപ്പോൾ അതൊന്ന് ബാധിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അത് മൊത്തമായിട്ട് ചുരുളഴിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ഒരു രത്ന ചുരുക്കം പറഞ്ഞുതരാം. അതായത് രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു അസുഖത്തിന് ശേഷം ഒരുപാട് കൊലപാതകങ്ങൾ അതുപോലുള്ള ഒരു സിനാരിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് അവർ ഓർത്തെടുക്കുന്നതും അത് സോൾവ് ചെയ്യുന്നതും അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് ബേസ് ചെയ്താണ് അമൽ നീരദ് ഈ ഒരു പടം ഇറക്കിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ച് സംഭവം. ആ ഒരു വർഷം 2019 രൂത്തിന്റെ ലോകം എല്ലാവരിലേക്ക് എത്തിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു ബുക്ക് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഈ പടം മസ്റ്റ് വാച്ച് ആയിരിക്കാം. കാരണം അമൽ നീരദ് ബിഗ് ബി തൊട്ട് ഭീഷ്മപർവം വരെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗോ ഫോർ ദ ബെസ്റ്റ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു പുതിയ അറിവായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. സൈനിങ് ഔട്ട്.